കളി തോറ്റോ ജയിച്ചോ സമനിലയാണോ? റിസൾട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡ്രസ്സിംഗ് റൂമിലാണെങ്കിലും പ്രസ് കോൺഫറൻസിലായാലും അണ്ണൻ രാജാവാ. അണ്ണൻ ഒരേ ഒരു രാജാവാ. പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറിന്റെ കാര്യം തന്നെയാണ്. ജഡേജ സ്റ്റോക്സിന് കൈ കൊടുക്കാതിരുന്നതിനെ കുറിച്ച് പുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിന്റെ ഏതെങ്കിലും 2 ബാറ്റ്സ്മാൻമാരാണ് സെഞ്ചുറി അടിക്കാൻ നിന്നതെങ്കിൽ അവർ ഇങ്ങനെ തയ്യാറാവത്തില്ലല്ലോ. അവർ സെഞ്ചുറി അടിച്ചിട്ടല്ലേ പോകത്തുള്ളൂ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പേഴ്സണൽ മൈൻഡ് സ്റ്റോണിൻ്റെ അടുത്ത് രണ്ടുപേര് നിൽക്കുകയാണെങ്കിൽ അവർ സെഞ്ചുറി അടിച്ചിട്ട് മത്സരം അവസാനിപ്പിച്ചിട്ട് വരുന്നതിനകത്ത് യാതൊരു കുറ്റവും പറയാനില്ല. പേഴ്സണലി ഞാൻ ഈ ഇൻഡിവിജ്വൽ റെക്കോർഡുകളെക്കുറിച്ചും വ്യക്തിഗത പ്രകടനങ്ങളെക്കുറിച്ചും പറയുന്നതൊക്കെ വെറുക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ഹിസ്റ്റോറിക് ആ ഒരു പോരാട്ടത്തിന് ആ ഒരു 2 സെഞ്ചുറി ഒരു തടസ്സമായി മാറുന്നില്ല. അത് അടിച്ചാലും അടിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ലാനുള്ള അവസ്ഥയിൽ നിൽക്കുമ്പം അവരടിച്ചിട്ട് വരുന്നതിനകത്ത് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതിനോടൊപ്പം പുള്ളി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ദ ഫൗണ്ടേഷൻ ഓഫ് ദിസ് ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റ് ടീം ഈസ് ലൈഡ് ഓൺ വാട്ട് ഋഷഭ് പന്ത് ഡൺ യെസ്റ്റർഡേ. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഋഷഭ് പന്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ ചെയ്തത് എന്താണോ അതാണ്. ആ ഒരു പോരാട്ട വീര്യമാണ് മറ്റുള്ളവരും കാണിക്കേണ്ടത് എന്ന് ഗംഭീറിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം തൻ്റെ തകർന്ന കാലുമായിട്ടാണ് ഗംഭീർ ഓസ്ട്രേലിയക്കെതിരെ പൊരുതാൻ ഇറങ്ങിയത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. വേണമെങ്കിൽ കളി നിർത്തി പോകാൻ പറ്റുന്ന സാഹചര്യത്തിലും ബ്രോക്കൺ ഫുട്ടുമായിട്ട് പന്ത് നിന്ന് കളിച്ചിട്ടുണ്ട്. അത് തനിക്ക് വരാൻ പോകുന്ന മത്സരത്തിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. തൻ്റെ ആരോഗ്യവും കരിയറും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അത് റെസ്റ്റ് എടുത്ത് പോകേണ്ട സാഹചര്യത്തിൽ ടീം പ്രതിസന്ധിയിലായതുകൊണ്ട് പന്ത് അവിടെ നിന്ന് കളിച്ചു. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടത്, ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് വേണ്ടത് എന്ന് ഗംഭീർ പന്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു.